പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നപ്പാ. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന എൻ്റെ ഈശോപ്പാ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്കൊരു ദിവസം കൂടി ദാനമായി തരുകയും ഇന്ന് ഞങ്ങളെ ഈ 3 മണി സമയം വരെ പരിപാലിച്ചിരിക്കുകയും ചെയ്യുന്ന ആ വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സകല ഭൗതിക അനുഗ്രഹങ്ങൾ തരുകയും ഈശോയുടെ പക്കലായിരിക്കാനും ഈ കരുണയുടെ സമയം വരെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. ഈ കരുണയുടെ സമയം അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾക്കും മക്കൾക്കും കുഞ്ഞുമക്കൾ തലമുറകൾക്കായും സഹോദര കുടുംബങ്ങൾ തലമുറകൾക്കായും അനേകം സഹോദരങ്ങളെയും മക്കളെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന കുടുംബങ്ങളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെയും ഇപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ മക്കൾ അവരുടെ കുടുംബങ്ങളെയും അവിടുത്തെ പാദതാരിൽ സമർപ്പിക്കുന്നു. ഈശോപ്പാ, ഓരോ മക്കളുടെ മേലും കരുണയായിരിക്കണമേ, അവരുടെ ആവശ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആരും മനസ്സ് തളരുവാനിടയാക്കാതെ വണ്ണം സ്നേഹത്തിൻ്റെ കടലാകുന്ന കരുണ നിറയ്ക്കുമാറാകണമേ. ആമേൻ എന്ന് പ്രാർത്ഥിച്ചു വചനം വായിച്ചു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്നും 10-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. നാം എല്ലാവർക്കും സുപരിചിതമായ വാക്യങ്ങളാണ്. നല്ല സമരിയക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഒരു നിയമജൻ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അതെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും എപ്രകാരം ആയിരിക്കണമെന്നുള്ളത് ഈശോ ഈ വചനത്തിൽ കൂടെ നല്ല സമരിയക്കാരൻ്റെ ഒരു ഉപമയിൽ കൂടെ നമ്മളെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എനിക്കിതിൽ 1-2 കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. അത് ഞാൻ നാളത്തെ വചനത്തിൽ കൂടെ ഞാൻ വെളിപ്പെടുത്തുന്നതാണ്. എൻ്റെ ഹൃദയത്തെ ശരിക്കും സ്പർശിച്ച വാക്കുകളാണ്. നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ അയൽക്കാരെ നമ്മൾ സ്നേഹിക്കണം. അത് എളിയവരായിരിക്കാം, അല്ല ഉയർന്നവരായിരിക്കാം. നമ്മളെ എപ്രകാരം സ്നേഹിക്കുന്നു അതുപോലെ അവരെയും സ്നേഹിക്കണം. കരുണയുടെ സമയം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ.